+1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സമര പരിപാടികൾ മുസ്ലിം ലീഗ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി ലീഗ് നേതാക്കൾ നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, കമ്മീഷൻ നിയമനം പോലും അനാവശ്യ നടപടി എന്ന തരത്തിലുള്ള വിമർശനം ലീഗിന്റെ പ്രതിഷേധ കുറിപ്പായി പുറത്തുവന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രതിഷേധ പരിപാടികൾ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് നേതാക്കൾ അറിയിച്ചത്? രേണുക, ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് മുസ്ലിം ലീഗ് ഇക്കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് ഈ വാർത്താക്കുറിപ്പ്, ഹമീദ് മാസ്റ്ററുടെ പേരിലാണ്. അതായത് ഈ ഒരു സമരം താൽക്കാലികമായിട്ട് ഒരു സമവായത്തിന്റെ ഭാഗമായിട്ട് നിർത്തിവെക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, മലപ്പുറത്ത് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് പലതരത്തിലുള്ള സമരങ്ങളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് MSF തുടർച്ചയായി 5 ദിവസം RDD ഓഫീസ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് സമരങ്ങൾ പോയിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ മലപ്പുറത്തെ സാഹചര്യങ്ങൾ പഠിക്കുവാൻ കമ്മീഷനെ നിയോഗിക്കുമെന്നും അതിനുശേഷം അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളൊരു അനുകൂല സമീപനം അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ളൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടായതോടെയാണ് സമരങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു ഇടവേള നൽകാൻ മുസ്ലിം ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലേക്ക് അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടാവുകയോ അത്തരത്തിൽ നീക്കുന്ന പിന്മാറുകയോ ചെയ്താൽ വലിയ സമരങ്ങളിലേക്ക് തന്നെ ലീഗ് പോകുമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർക്കാരിന് വലിയ പ്രതിസന്ധിയായി മാറിയിരുന്ന പ്രതിഷേധ പരിപാടികളിൽ നിന്നാണ് ലീഗ് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ച വിജയമാണെന്ന് മന്ത്രി തന്നെ അവകാശപ്പെട്ടിരുന്നു. അത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് KSUവിന്റെ ആയാലും ഇപ്പോൾ ലീഗിന്റെ ആയാലും പ്രതികരണങ്ങൾ വരുന്നത്. ഒരിടവേള.